വീറ്റോ അസോസിയേഷൻ്റെ കോട്ടയം ജില്ലയുടെ സമ്മേളനം നടക്കുകയാണല്ലോ. ഈ സമയത്ത് നമ്മളോട് സംസാരിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ള കൃഷ്ണൻ അമ്പാടി സാറ്, ജോയ് സാർ, മുഹമ്മദ് സാറ്, അതുപോലെയുള്ള വീറ്റോ അസോസിയേഷൻ്റെ വിശിഷ്ട വ്യക്തികളെ, സഹോദരങ്ങളെ, കഴിഞ്ഞ 26 വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ ഇന്ന് ഒരു പർട്ടിക്കുലർ ഒരു മെഷീനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. പൊതുവായിട്ടുള്ള, അതായത് പൊതുവായിട്ട് ടെക്നിക്ക് വരുന്ന പൊല്യൂഷൻ ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സിനെ സംബന്ധിച്ച്, അതിൻ്റെ സർവീസുകളെ സംബന്ധിച്ച്, എങ്ങനെ നമുക്ക് വരുന്ന ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന പല കമ്പനികളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ പൊല്യൂഷൻ ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സിൻ്റെയും ഫങ്ഷണാലിറ്റിയും സെൻസറുകളെല്ലാം സെയിമാണ്. അപ്പോൾ ഈ സെൻസറുകൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്ങുകൾ പൊല്യൂഷൻ മെഷീനിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ കമ്പനികളും ഈ സെൻസർ, അതായത് ബെഞ്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ലെവൽ ഫിൽറ്ററിങ് വെച്ചതിന് ശേഷം മാത്രമേ ഈ മെയിൻ സെൻസർ, നമ്മളത് ബെഞ്ച് എന്നാണ് പറയുക, ബെഞ്ച് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ i3യിലേക്ക് വരികയാണെങ്കിൽ ഒരു 5 ലെവൽ ഓഫ് ഫിൽറ്ററിങ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബെഞ്ച് വരുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം നമ്മുടെ പ്രോബിൻ്റെ ഏറ്റവും എൻഡ് ഭാഗത്തായിട്ട് ഒരു എൻഡ് ക്യാപ്പ് അല്ലെങ്കിൽ അവിടെ ഒരു അലൈൻ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അതെന്തിനാണെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള വണ്ടികളുടെ അഴുക്കുകൾ, ഗ്രീസ്, ഇപ്പം ഒരു 2 സ്ട്രോക്ക് വണ്ടിയാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ആ 2 സ്ട്രോക്ക് വണ്ടിയിൽ നിന്ന് വരുന്ന ഗ്രീസ് അതുപോലെയുള്ള മാലിന്യങ്ങൾ മെഷീൻ്റെ ഉള്ളിലേക്ക് കടക്കാതെ അതിൻ്റെ ഉള്ളിലേക്ക് ഈ പൊല്യൂഷൻ്റെ ഈ എയർ മാത്രം സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ പ്രോബിൻ്റെ എൻഡ് ക്യാപ്പിന് തൊട്ട് താഴെയായിട്ട് ചെറിയ ഹോൾസ് കൊടുത്തിട്ടുണ്ടാവും. ആ ഹോൾസിൽ കൂടെയാണ് ശരിക്കും എയർ എടുക്കേണ്ടത്. അതിന് ശേഷം പിന്നീട് വരുന്ന PU ട്യൂബാണ്. ഈ ട്യൂബും ഈ പ്രോബും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ പോയിൻറ്റിൽ നമുക്കത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലൂടെ എയർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്കിംഗ് ഉണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ ബ്ലോക്കിങ് മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്ലോക്കിങ് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള എയർ മെഷീൻ്റെ ഉള്ളിലേക്ക് വരില്ല. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ലെവലായിട്ട് ചെക്ക് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഒരു ബിഗ് ഫിൽറ്റർ എന്നാണ് പറയുന്നത്, പല കമ്പനികളും പല പേരായിരിക്കും പറയുക. ഒരു ഫിൽറ്റർ ഉണ്ടാവും, ആ ഫിൽറ്റർ ഫ്രീക്വൻ്റ് ആയിട്ട് മാറ്റണം, എങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള പൊല്യൂഷൻ മെഷീൻ്റെ ഉള്ളിലേക്ക് വരുള്ളൂ. അതിന് ശേഷം വാട്ടർ സെപ്പറേറ്ററും പിന്നെ 2 ഫിൽറ്ററാണ് i3യിൽ യൂസ് ചെയ്യുന്നത്. ഒരു മെറ്റൽ ഫിൽറ്ററുണ്ട്, പിന്നെ ഒരു ക്ലോത്തിൻ്റെ ഫിൽറ്ററുണ്ട്. അതും ഒരു 1 മന്ത് കൂടുമ്പോഴെങ്കിലും അത് ക്ലീൻ ചെയ്ത് നമുക്ക് റീയൂസ് ചെയ്യാം, പക്ഷെ അത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കണം. അതിനുശേഷം വരുന്നത് സോളിനോഡ് വാൽവാണ്. വാൽവ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോയിങ് നടക്കുന്ന സമയത്ത് പുറത്തുനിന്ന് എയർ എടുക്കാനും അല്ലാത്ത സമയത്ത് വണ്ടിയിൽ നിന്നുള്ള എയർ എടുക്കാനും വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കരടോ എന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്, മെഷീൻ്റെ ഉള്ളിലേക്ക് എയർ സക്ക് വലിക്കത്തില്ല. അപ്പോൾ അതും എയർ അടിച്ച് ക്ലീൻ ചെയ്യണം വൺസ് ഇൻ എ മന്ത്. പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പമ്പായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഇടയ്ക്ക് ചില കമ്പനികളൊക്കെ ഫിൽറ്ററുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം പമ്പുണ്ട്. പമ്പും ഇതുപോലെ തന്നെ വളരെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മെഷീൻ്റെ ബെഞ്ചിലേക്ക് കറക്റ്റായിട്ട് റീഡിങ് പാസ് ചെയ്യൂ. ഇതിന് ശേഷമാണ് ബെഞ്ച് വരുന്നത്. ബെഞ്ചിന് ശേഷമാണ് ഓക്സിജൻ സെൻസർ വരുന്നത്. ഓക്സിജൻ സെൻസറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഈ ഒരു സിസ്റ്റം ആയിരിക്കും ഇതിലുള്ള എല്ലാ പൊല്യൂഷൻ ടെസ്റ്റിംഗ്, പെട്രോളിൻ്റെ പൊല്യൂഷൻ ടെസ്റ്റിംഗ് മെഷീനിലെല്ലാം യൂസ് ചെയ്യുന്നത്. കമ്പനികൾ പലതും മാറുന്നുണ്ടെങ്കിലും ഫങ്ഷണാലിറ്റി ഏകദേശം സെയിം ആയിരിക്കും. അപ്പോൾ ഇതിലുള്ള എല്ലാ സംഭവങ്ങളും, ഈ ക്ലീനിങ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക, എല്ലാം കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് പോവാം. ഇനി നമുക്ക് പിന്നെ ഡീസൽ മെഷീനിലേക്ക് വരുവാണെങ്കിൽ
ഡീസൽ മെഷീൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഒരു ലൈറ്റിൻ്റെ സോഴ്സ് ഉണ്ടാവും, ആ ലൈറ്റിൻ്റെ ഒരു ഡിറ്റക്ഷൻ ഉണ്ടാവും. ഇത് തമ്മിൽ ഉള്ള ഒരു പൈപ്പിലൂടെയാണ് ഈ ലൈറ്റ് പാസ് ചെയ്യുന്നതും അത് അതിൻ്റെ മറ്റേ എൻഡിൽ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിലേക്ക് വരുന്ന പിന്നെ ഈ സ്മോക്ക് ഡെൻസിറ്റി, ഡീസലിൻ്റെ ഡെൻസിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്, അതിൻ്റെ തിക്നെസ് എത്രയുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഈ സ്മോക്ക് കോളത്തിലേക്ക് വരുന്ന ഈ സ്മോക്കിൻ്റെ ഇത് വന്നുകൊണ്ട് അതിലെത്രമാത്രം തടസ്സം ഈ ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ ഉള്ളിലും ഇതുപോലെ ഈ ഫിൽറ്റർ ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ടാവും. ഫിൽറ്റർ ഗ്ലാസ്സുകളല്ല, ഈ ലൈറ്റ് പാസ് ചെയ്യുകയും വേണം, പക്ഷേ ഈ അഴുക്ക് മെഷീൻ്റെ ഉള്ളിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കെടുത്ത് ക്ലീൻ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള റീഡിങ് കിട്ടുള്ളൂ. ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കറക്റ്റായിരിക്കണം, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഫിൽറ്റർ ക്ലീൻ ആയിരിക്കണം. അപ്പോൾ ഈ ക്ലീനിങ് ആണ് മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഒരു വണ്ടി വന്നു നമ്മുടെ അടുത്ത് വന്ന് ആ വണ്ടി ഫെയിലായി കഴിയുമ്പോൾ ആ വണ്ടിയെ കറക്റ്റ് പാസ്സാവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ വണ്ടികൾ കറക്റ്റായിട്ട് ഉപദേശിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ മെഷീനും അതുപോലെ നമ്മൾ കറക്റ്റാക്കണം. നമ്മൾ മെഷീൻ കറക്റ്റാകാതെ നമ്മൾ വണ്ടിക്കാരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും അവരവരുടെ മെഷീനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, അതെങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് അറിയണം, ഫ്രീക്വൻ്റായിട്ട് അതിൻ്റെ ഫിൽറ്ററുകൾ മാറണം. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ ഇതുപോലെ ഡീസലിൻ്റെ പൈപ്പുകൾ ക്ലീൻ ആയിരിക്കണം. ഡീസലിൻ്റെ പുറത്തുനിന്ന് നമ്മൾ റബ്ബറിൻ്റെ പൈപ്പ് കണക്ട് ചെയ്തിട്ട് എക്സോസ്റ്റ് പൈപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് കണക്ട് ചെയ്തിട്ട് മെഷീൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഇതേപോലെ കറക്റ്റായിട്ടുള്ള പിന്നെ സ്മോക്കിനുള്ളിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അത് നമ്മൾ ഈ പൈപ്പുകൾ വൺസിനെ വന്നെങ്കിൽ ആ പൈപ്പ് എടുത്ത് റിമൂവ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നൊക്കെ നോക്കുക. അങ്ങനെ പെർഫെക്റ്റായിട്ട് മെഷീൻ ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ്ങുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ ഈ ലെൻസുകൾ ക്ലീൻ ചെയ്യുക, മെഷീൻ്റെ പ്രോബുകൾ ക്ലീൻ ചെയ്യുക, അതിൻ്റെ ഫിൽറ്ററുകൾ കറക്റ്റായിട്ട് മാറ്റുക. അപ്പം പിന്നെ മെയിനായിട്ട് ഇതിൽ നോക്കേണ്ടത് ഈ പുറത്തുള്ള മെഷീൻ്റെ ഉള്ളിലുള്ളതിനേക്കാളും കൂടുതൽ പുറത്തുള്ള ഫിൽറ്ററിങ് ആണ്. അത് മാറ്റേണ്ടത് മാറ്റണം, ക്ലീൻ ചെയ്യേണ്ടത് ക്ലീൻ ചെയ്യണം. അപ്പം പിന്നെ വാട്ടർ മെയിൻ കണ്ടൻ്റാണ്. ഈ പുറമേ നിന്ന് വരുന്ന ഈ വാട്ടർ സെൻസറിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് റീഡ് ചെയ്യത്തില്ല. കറക്റ്റായിട്ട് റീഡ് ചെയ്യത്തില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ മെയിൻ ബെഞ്ചിന് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അതിലേക്ക് പോകാതെ അതിന് വേണ്ടിയിട്ട് പുറത്ത് വാട്ടർ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ മെഷീൻ്റെ പുറകിൽ ആണ് നമ്മൾ മെയിനായിട്ട് എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത്, വെള്ളത്തിൻ്റെ അംശം